ഫ്രണ്ട്സ് വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ ഇന്ന് സാറ്റർഡേ ഓഫറാണ്. എപ്പോഴത്തെയും പോലെ സാറ്റർഡേ ഓഫർ ഇടാൻ വേണ്ടിയിട്ട് ശരിക്കും പ്രത്യേകിച്ച് വേറെ എന്താ പറയുക അങ്ങനത്തെ പീസൊന്നുമില്ല. ഞാൻ എന്നാലും ലേറ്റസ്റ്റ് വീഡിയോസിലെ പീസ് എല്ലാം കാണിച്ചു തരാം. അപ്പോൾ അതിനകത്ത് മുമ്പ് കാണിച്ചതുണ്ടാവും, അതിനകത്ത് നമ്മൾ ചെയ്തതിൽ ചില സൈസസ് മാത്രമുണ്ട് ആ പ്ലെയിൻ വരുന്നതിൽ. അതിൻ്റെയാണ് കേട്ടോ ഞാൻ പ്രത്യേകം പറയുന്നത്. 750 സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ മാത്രമാണ്. ബാക്കിയെല്ലാം നമ്മൾ ലേറ്റസ്റ്റ് ചെയ്തേക്കുന്ന വീഡിയോയിലാണ്. അപ്പോൾ അത് 1250 ആ റേഞ്ച്. അത് ഇന്നത്തേക്ക് മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് ചെയ്യുന്നത്, ഇന്നത്തെ ദിവസത്തേക്ക് മാത്രം. നാളെ കിട്ടുന്ന വീഡിയോയിലേക്ക് എന്തായാലും ഷിപ്പിംഗും വരും, നോർമലി ആ ടോപ്പിന്റെ റേറ്റും വരും കേട്ടോ. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ കാണിച്ചു തരാം. ഞാൻ 750 ഞാൻ ഇടുമ്പം കാണിച്ചു തരാം, എടുക്കുമ്പോൾ അപ്പം തന്നെ പറയാം കേട്ടോ. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഇതെല്ലാം ഇത് നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ ലേറ്റസ്റ്റ് ഞാൻ ചെയ്തേക്കുന്ന വീഡിയോയിലുള്ളതാണ് കേട്ടോ. ഇതുപോലെ ഇക്കത്തിന്റെ ഇതിന്റെ കുറച്ച് പീസ് നമ്മൾ ചെയ്തതിൽ ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോ വീഡിയോ പിടിക്കുന്നത്. ഇതുപോലെ അടിപൊളി ഇതാണ്, നല്ല ഫാബ്രിക്കും നല്ല ഇത്രയും നല്ലൊരു പാറ്റേണിലേക്ക് നമ്മൾ ചെയ്തേക്കുന്നതാണ് കേട്ടോ. അപ്പം ഇത് ഒന്ന്, ഇതിന്റെ മിക്ക സൈസും ഉണ്ട്. പിന്നെ ഇത് കണ്ടാലും അറിയാം, ഇതിപ്പോ ഞാൻ ഈ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലാണ്. ഇതും കുറച്ച് പീസ് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ചൊരു ഷിപ്പിംഗ് ഫ്രീ ആയിട്ട് ഇടാന്ന് വെച്ചു. ഇതേപോലെ നല്ലൊരു ഫാബ്രിക് ആണ്, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതുപോലെ റയോൺ ഫാബ്രിക്കിലോട്ട് നമ്മൾ ഇതിനകത്ത് സോഫ്റ്റ് ബോൾസും ആഡ് ചെയ്തിട്ടുണ്ട്. എയർലൈൻ ആണ്. ഓക്കെ, അപ്പൊ ഇതും ഇന്നത്തേക്ക് മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് ചെയ്യുന്നത്. പിന്നെ ഇത് വന്നിട്ട് ഈ ഫാബ്രിക് ഞാൻ പറഞ്ഞില്ല, ഒത്തിരിയായിട്ട് ഞാൻ കുറേ ചെയ്യുന്നതാണ്. എന്റെ 3-4 കളേഴ്സ് ഉണ്ടായിരുന്നു. ഇത് ഒരു ലിനൻ ലൈക്ക് ഫാബ്രിക് ആണ്. ഇതിനകത്തോട്ട് ഈ വന്നേക്കുന്ന വെറുതെ പ്രിന്റ് അല്ല കേട്ടോ. അത്രയും ഒരു ഫാബ്രിക് പെയിന്റ് വന്നിട്ട് അതിലോട്ട് സീക്വൻസും മെഷീൻ എംബ്രോയിഡറി വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തേക്കുന്നതാണ്. എയർലൈൻ പാറ്റേൺ വിത്ത് ഇൻവേർട്ടഡ് പ്ലീറ്റ് ആണ് അതിനകത്ത് വന്നേക്കുന്നത്. പിന്നെ ഇത് വന്നിട്ട് കോട്ടൺ. ഇത് നമ്മൾ ഇതിന്റെ മറ്റേ ബ്ലാക്കും കൂടെ കാണിച്ചായിരുന്നു. ബ്ലാക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു ഫിനിഷ് ആയി, ബുക്കിംഗ് ഉണ്ട് നമുക്ക് അതിന്റെ. ഇത് ബ്ലൂ ആണ്, ബ്ലൂ ബോട്ടനൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒരു പാറ്റേൺ സെന്ററിൽ ഒരു സ്ലിറ്റ് ഒക്കെ വന്നിട്ട് ഇതേപോലെ ഇതും നല്ലൊരു ക്ലോത്ത്, തിക്നെസ് ഉള്ളൊരു ക്ലോത്ത് ആണ് കേട്ടോ. അതുപോലെ ഇത് വന്നിട്ടും കഴിഞ്ഞ ലേറ്റസ്റ്റ് ഇട്ടേക്കുന്ന വീഡിയോയിലാണ്. ഇതിന്റെ പീസ് നമ്മൾ റെഡി ആക്കിയിട്ടുള്ളത് കൊണ്ടാണ് കാണിക്കണേ. ഇത് വന്നിട്ട് ഇക്കത്തിന്റെ ഒരു ഫാബ്രിക് വന്നിട്ട് ഇത് വിത്ത് ലൈനിങ് ചെയ്തേക്കുന്ന കേട്ടോ. ഇത് വിത്ത് ലൈനിങ് ആണ് ഇട്ടേക്കുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസത്തേക്ക് മാത്രമാണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് ചെയ്തേക്കുന്ന ഈ ഒരു പാറ്റേൺ. ഓക്കെ, പിന്നെ വന്നിട്ട് നമുക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള അജ്രക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് അജ്രക്കിന്റെ, അതും 1390 ആയിരുന്നു ഇതിന്റെ റേറ്റ് ഇട്ടേക്കുന്നത്. അപ്പം ഇന്ന് ഷിപ്പിംഗ് ഫ്രീ ആയിട്ട് ഇത് ഇട്ടേക്കുന്നത്, ഇന്നത്തെ ദിവസത്തേക്ക് മാത്രമായിട്ട്. ഇതേപോലെ കണ്ടോ, ഇതേപോലെ അജ്രക്കിന്റെ ഈ ഒരു യോക്ക് വന്നിട്ട് ബ്ലാക്ക് വിത്ത് ഈ ഒരു പാറ്റേൺ. പിന്നെ വന്നത് ഇതിന്റെ പ്രിന്റ് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഇതേപോലെ. ഇതും സ്ലീവ് ഫുൾ ഈ ഒരു ഫാബ്രിക് വെച്ചിട്ട് ഇതേപോലെ ഈ ഒരു പാറ്റേൺ. ഇതുപോലെ സ്ലീവ് ഒക്കെ ഇതായിട്ട് അജ്രക്കാണ്, പ്യുവർ അജ്രക്കില് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വരുന്നതാണ് കേട്ടോ. ഇത് പിന്നെ വന്നിട്ട് ഇതിന്റെ മിഡിൽ പോർഷനിലോട്ട് ഈ ഒരു ഫാബ്രിക് വെച്ചേക്കുന്നത് ഇതുപോലെ. ഇത് കണ്ടോ, മിഡിൽ പോർഷനിൽ ഇതുപോലെ വെച്ചിട്ട് അജ്രക്കാണ്. ബാക്ക് സൈഡും ഈ ഒരു ബ്ലാക്ക് തന്നെയാണ്. ഇതിന്റെ ടെക്സ്ചർ വന്നേക്കുന്നത് ഇതാണ് കണ്ടോ, ഇതുപോലെ. പിന്നെ വന്നിട്ട് ഇതുപോലെ ഈ ബാത്തിക് പ്രിന്റ് വരുന്ന ഈ ഒരു ഫാബ്രിക് ഇതുപോലെ അങ്കരക്ക പാറ്റേണിലോട്ട് സിഗ്സാഗ് ഒക്കെ വെച്ചിട്ട് അങ്കരക്കയാണ് കൊടുത്തേക്കുന്നത്. ഇതിന്റെ നമുക്ക് ആകെ 2 പീസൊക്കെ ഉണ്ടാവുള്ളൂ, മീഡിയം പിന്നെ ഒരു എക്സൽ അത്രയേ ഉള്ളൂ. പിന്നെ ഇത് ഇക്കത്തിന്റെ ഇത് ഒരു പിൻടെക്ക് വെച്ചിട്ട് ഇതേപോലെ വന്നേക്കുന്ന ഒരു ഫാബ്രിക് ആണ്. ഇതുപോലെ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടും ഇതുപോലെ ലൈൻസ് കൊടുത്തിട്ട് നല്ലൊരു പ്രീമിയം ഫാബ്രിക് ആണ്. ഇതുപോലെ ഡോറി എല്ലാം വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഫാസ്റ്റ് ആയിട്ട് കാണിക്കുന്നത്, നമുക്ക് ലോങ് ആയി പോകും വീഡിയോ. ഇത് വന്നിട്ടും ഇതുപോലെ തന്നെ കോഡ് സെറ്റിന് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് നല്ല കോളറൊക്കെ വെച്ചിട്ട് ഇതേപോലെ ഒരു ബോർഡർ, ബോട്ടം കൂടെ സെറ്റ് ചെയ്തായിരുന്നു. നല്ലൊരു അടിപൊളി കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫാബ്രിക് ആണ് ഇത്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ 750. ഇത് നമ്മളെല്ലാം തീർന്നായിരുന്നു. ഇതിന്റെ ഇപ്പം ലാർജ് ടു എക്സൽ മാത്രമേ ഉള്ളൂ. ലാർജിനും മീഡിയം ആ ഒരു സൈസിലേക്ക് ആക്കാൻ പറ്റും. ഇത് ക്ലോത്ത് വർക്ക്, നമുക്ക് സിമ്പിൾ ആയിട്ടൊരു ബ്ലാക്ക് ബോട്ടം ബ്ലാക്ക് ദുപ്പട്ടയും പെയർ ചെയ്ത് നല്ലൊരു ഫാബ്രിക് ആണ്. ഇതുപോലെ കണ്ടോ, അതിന്റെ തന്നെ വേറൊരു കളറും കൂടി ഉണ്ട്. ഇത് നമുക്ക് ഇതും ആ ഒരു സെയിം തന്നെ വരുന്നതാണ്. ഇതേപോലെ നല്ല ഗ്രേപ്പ് കളറിലോട്ട് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഇതാണ് ആ റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ വന്നേക്കുന്ന ഇതുപോലെ ഇത് കുറച്ചും കൂടെ തിക്നെസ് വരുന്ന ഒരു ഫാബ്രിക് ആണ്. ഇതേപോലെ ഇതില് ഹാൻഡ് വർക്ക് ആണ്, നല്ല അടിപൊളി കളർ ആട്ടോ. പ്ലസ് ഈ ഒരു ബ്ലാക്ക് യോക്കും ഹാൻഡ് വർക്കും കൂടെ വരുമ്പോൾ ഇത് കണ്ടോ, ഹാൻഡ് വർക്ക് നല്ല ഷൈനിങ് ഉള്ള മിറേഴ്സ് വെച്ചിട്ട് കട്ട് ബീഡ്സ് വെച്ചിട്ട് ഉള്ള വർക്കാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് വന്നിട്ട് ഗ്രേപ്പ് കളറിലോട്ട് ആലിയ കട്ടിന്റെ പാറ്റേൺ ചെയ്തിട്ട് ഉള്ളതാണ് കേട്ടോ. ഇത് ആലിയ കട്ട് കണ്ടോ, ഇതുപോലെ എന്താ പറയുക, സ്ലീവിലേക്കും ഇതുപോലെ ഒരു ബോർഡർ പോലെയൊക്കെ വെച്ചിട്ടുണ്ട് ഈ ഒരു പാറ്റേൺ. പിന്നെ ഇതും ഷർട്ട് കോളർ പാറ്റേണിലോട്ട് ഇതേപോലെ വന്നിട്ട്
ഷർട്ട് കോളർ വിത്ത് ഈ ഒരു പാറ്റേൺ ഇതുപോലെ ഉണ്ടാവും കണ്ടോ. ഇതിന്റെ എൻഡിലൊക്കെ ആ ബോർഡർ ഒക്കെ നല്ലൊരു പ്രിന്റ് ആണ് കേട്ടോ ഇതേപോലെ. പിന്നെ വന്നത് നല്ല ഇത് കുറച്ചും കൂടെ തിക്നെസ് വരുന്ന ഒരു ഫാബ്രിക് ആണ് കേട്ടോ. നല്ലൊരു ബ്ലൂ കളർ ആട്ടോ. നല്ല എന്താ ഒരു പ്ലസന്റ് കളർ എന്നൊക്കെ പറയില്ല, അതുപോലെ നമുക്കൊരു ഹാപ്പി ബ്ലൂ എന്ന് അതിന് പറയുന്നത്. അതുപോലെ തന്നെ അജ്രക്കിന്റെ ഒരു യോക്കൊക്കെ വെച്ചിട്ട് ഇതേപോലെ. പിന്നെ ഈ ഒരു പാറ്റേൺ ഇതിന് വിത്ത് ബോട്ടം ആണ് കേട്ടോ വരുന്നത്. ഇത് വിത്ത് ബോട്ടം എക്സ്ട്രാ ആണ്. ബോട്ടം വേണമെന്നുള്ളവർക്ക് ഈ ലൈൻസ് വരുന്ന ബോട്ടവും കൂടി വേണമെങ്കിൽ പെയർ ചെയ്ത് തരാം, അത് എക്സ്ട്രാ ആണ്. ഇതുപോലെ ഈ ഒരു പാറ്റേൺ. പിന്നെ ലാസ്റ്റ് വന്നേക്കുന്ന ഇതാണ്. ഈ ഒരു മൊഡാലിന്റെ യോക്ക് വന്നേക്കുന്ന ഈ ഒരു ഫാബ്രിക് വെച്ചിട്ട് മൊഡാൽ യോക്കാണിത്. ഇത് പ്ലെയിൻ ഫാബ്രിക് തന്നെ. അപ്പൊ ഇത്രയും. അപ്പൊ ഇതുപോലെ അതിന്റെ തന്നെ ഇത് ഈ ഒരു ബ്ലാക്ക് ഇതേപോലെ പ്യുവർ ഫാബ്രിക് ആണ്. ഇത് നമ്മൾ ഡ്രൈ വാഷ് ചെയ്യണം ഫസ്റ്റ് ഒന്ന്, കാരണം ക്രീം കളർ അങ്ങനെ അത് ഡൈ ചെയ്ത് എടുത്തേക്കുന്നതാണല്ലോ കളേഴ്സ്. അപ്പൊ അതുപോലെ നല്ലൊരു ഫാബ്രിക് ആണ്. നമുക്ക് അത്യാവശ്യം ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഇതുപോലെ ഡോറി എല്ലാം വെച്ചിട്ട് കണ്ടോ ടൈ ചെയ്യണ ഒരു ഇതൊക്കെ ഉണ്ട്. ഇതേപോലെ ഉണ്ട്. ഈ ഒരു ലുക്കായിരിക്കും ഇതിന്. അതിന്റെ തന്നെ ബർഗണ്ടി ടോണിലേക്ക് ഉള്ളത് കൊണ്ട് കേട്ടോ. ഇത് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി മെറ്റീരിയൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഇതിനകത്തേക്ക് ഇടുന്നത്. ഇതിന്റെ എല്ലാ സൈസും ഉണ്ട്. ഈ ഒരു പാറ്റേൺ നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത്രയും നല്ലൊരു ഫാബ്രിക് ആണ് കാണുമ്പോൾ തന്നെ, നേരെ കാണുമ്പോൾ. പിന്നെ ഇതും ഒറ്റ പീസ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിന്റെ ഒരു വീഡിയോ ഇടുന്നത്. ഇത് ഇതേപോലെ ഉണ്ടാവും ഈ ഒരു പാറ്റേൺ. ഇതും ഒരു എന്താ പറയാ ഒരു ജോർജറ്റ് പോലെ അങ്ങനത്തെ ഒരു സിമിലർ ആയിട്ടുള്ള ഫാബ്രിക് ആണ്. നല്ലൊരു മെറ്റീരിയൽ ആണ്. ഇത് ലേറ്റസ്റ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പം ഇത്രയാണ്. ഓക്കെ.